അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇതൊരു പിസ്ത മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ലാതെ തയ്യാറാക്കാനായിട്ട് നല്ലൊരു ഡെസർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്നൊരു പുഡിങ് തയ്യാറാക്കണമെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം സ്പൂണിനൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ അടുത്തതായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലംസ് ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഫുഡ് കളർ. ഞാൻ പിസ്തയുടെ ഇലാച്ചിയുടെ ഫുഡ് കളറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതൊരു 2-3 ഡ്രോപ്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പിസ്ത മിൽക്ക് പുഡിംഗ് ആയതുകൊണ്ടാണ് പിസ്തയുടെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഈ പിസ്തയുടെ ഇത് ഒഴിക്കുമ്പോൾ തന്നെ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ്ങാണിത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസായിട്ടൊന്നും നമ്മൾ വെക്കുന്നില്ല. നേരെ ഡയറക്റ്റ് നമ്മൾ ഈ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. മിൽക്ക് പുഡിംഗ് ആയതുകൊണ്ട് തന്നെ. ഇനി ഞാൻ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ബദാമും പിസ്തയും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഈത്തപ്പഴം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത്. അതും കൂടി ഒന്ന് ജസ്റ്റ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. 2-2.5 മണിക്കൂർ നമുക്കിത് വെച്ചിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ പുഡിങ്ങാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.